ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അങ്കമാലി സ്റ്റൈൽ മീൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ മൺചട്ടിയിലോട്ട് ഈ സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. മീഡിയം സൈസിലെ ഒരു സവാള. നമുക്കിതിന് വഴറ്റുമൊന്നും വേണ്ട, എല്ലാം കൂടെ ഞെരടി എടുക്കുക ചെയ്യേണ്ടത്. പിന്നെ 6 ചുമന്നുള്ളി കനം കുറച്ചരിഞ്ഞത്, അത് ചെറിയ ഉള്ളി. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്. അതുപോലെ 4-5 പച്ചമുളക്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അത് രണ്ടായിട്ടൊന്ന് കീറിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ വിനീഗർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ചുപ്പ്. ഇപ്പോൾ 1 ടീസ്പൂണിനോടൊക്കെ അടുത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ട് കൈകൊണ്ടൊന്ന് ഞെരടി എടുക്കണം. അപ്പോൾ ഇതിൽ ചിലർ പെരുംജീരകം ചേർക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഞെരിടാം. ഇതിപ്പോൾ നല്ലതായിട്ട് ഞെരടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ പച്ചമാങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 3 പീസ് തൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ മാങ്ങയുടെയും പുളി അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം മുഴുവനൊന്നും ചേർത്ത് കൊടുക്കണ്ട, 2-3 പീസൊക്കെ ചേർത്താൽ മതി. ഈ മാങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യും. അപ്പോൾ മൂവണ്ട മാങ്ങയൊക്കെയാണ് ഈ അങ്കമാലി മീൻ കറിക്ക് ചേർക്കാറുള്ളത്. മൂവണ്ട മാങ്ങ കിട്ടുവാണെങ്കിൽ അത് ഒന്നും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇനി ഇത് ഒരു 10-15 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് വെച്ചേക്കാം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2ാം പാൽ ചേർത്ത് കൊടുക്കണം. ഒന്നര കപ്പ് തേങ്ങാപ്പാൽ, കുറച്ച് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഒന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. മാങ്ങ ഒരു 3/4 ഭാഗമൊക്കെ വേവട്ടെ. ഇതിപ്പോൾ ഈ മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 350 ഗ്രാം മീൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ക്ലീൻ ചെയ്തതിന് ശേഷം 350 ഗ്രാം ഉണ്ട്. അപ്പോൾ പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട്. ഒന്ന് താത്ത് കൊടുക്കാം. ഇനി ഇത് തീ കുറച്ച് വെച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇപ്പോൾ മീനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ 1/2 കപ്പ്. ഇപ്പോൾ ചട്ടിക്ക് ചൂടുള്ളത് കൊണ്ട് തേങ്ങാപ്പാൽ ഒന്ന് ചൂടായിക്കോളും. ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തിളയ്ക്കണ്ട, നല്ലതായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പോൾ ചട്ടിയുടെ ചൂട് കൊണ്ട് നല്ലതായിട്ട് ചൂടായിക്കോളും. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക്. ഇനി ഇതിലോട്ടൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കണം. അപ്പോൾ പാനിലോട്ട് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് മൂക്കട്ടെ. ഇനി ഇതിലോട്ട് ഈ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. മീഡിയം സൈസിൽ 6 ചെറിയ ഉള്ളി ഒന്ന് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഈ ചെറിയ ഉള്ളി നിറമൊക്കെ ഒന്ന് മാറട്ടെ. ഈ പുള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇതിലോട്ട് 2 വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കിയിട്ട് മീൻ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക. അത്ര മതി. ഇപ്പം നമുക്ക് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മീൻ കറി ചെയ്ത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.